നമസ്കാരം ടൈറ്റൻസ്. പൊതുവേ സമയമനുസരിച്ചെല്ലാം മാറുമെന്നാണ് നമ്മൾ പറയുക. എന്നാൽ ചില കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് മാറിയിട്ടില്ല. ഒരുപക്ഷെ ഇത് മാറേണ്ടതാണെന്ന് നമ്മൾക്കാർക്കും തോന്നിയിട്ടില്ല. നിങ്ങൾ ഏതൊക്കെ വണ്ടിയിലാണോ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്, അതിപ്പോൾ ഈ വണ്ടിയായിട്ട് താരതമ്യം ചെയ്യുമ്പം വളരെ മോഡേൺ ആയിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാഷൻ ആയിരിക്കും. അന്നത്തെ കാലഘട്ടം നോക്കുമ്പം ഇന്ന് ഒരുപാട് ആധുനികമായ കാര്യങ്ങളുണ്ട്. അതുപോലെ ഫോണുകൾ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്, അതും ഈ ഫോൺ വെച്ച് നോക്കുമ്പം വളരെ വ്യത്യസ്തമാണ്. എന്നാൽ കഴിഞ്ഞ 100 വർഷങ്ങളായിട്ട് ഒട്ടും മാറാത്ത ചില സാധനങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അതിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഇവിടെ നോക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വരെ അതേ പഴയ ബാൻഡേജ് തന്നെ. പക്ഷേ 2025-ൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ടൊന്ന് കിട്ടിയാൽ, അതും ഇത് മുറിവിനെ കൂടുതൽ ഭേദപ്പെടുത്തുന്നതാണെങ്കിൽ, അപ്പം നിങ്ങൾ ഈ ബാൻഡേജിനെ അപ്ഡേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുമോ? തീർച്ചയായും. ഓഫ് കോഴ്സ്. ടൈറ്റൻസ്, ഞാൻ വിവേക് മിശ്ര. ഇന്ന് ഇങ്ങനെ ഒരു ആശയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഫൈബ്രോഹിൽ. ഫൈബ്രോഹിൽ സിൽക്ക് പ്രോട്ടീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യത്തെ ബാൻഡേഡ് ആൻഡ് വൂണ്ട് സൊല്യൂഷനാണ്. ഫൈബ്രോഹില്ലിൽ അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീനും സിൽവറുമാണ്. സാധാരണ ബാൻഡേജുകൾ വെച്ച് നോക്കുമ്പോൾ മുറിവുകളെ 50% കൂടുതൽ വേഗത്തിൽ ഉണക്കുന്നു. എന്ന് വെച്ചാൽ ഒരു മുറിവ് 18-20 ദിവസം കൊണ്ട് ഉണങ്ങുമ്പോൾ ഇത് 8-10 ദിവസങ്ങൾ കൊണ്ട് ഉണങ്ങുന്നതാണ്. സിസേറിയൻ എക്സൻ, ഡയബറ്റിക് ഫുഡ് അൾസർ, ബെഡ് സോഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുണ്ടായിട്ടുള്ള മുറിവുകൾ, ഇതിനെല്ലാം ഫൈബ്രോഹിൽ വ്യത്യസ്ത തരമായ ബാൻഡേജുകൾ, സ്പ്രേ, ജെൽ, സീറ്റ്, മെസ്, ഫോം, പൗഡർ എല്ലാം എഫക്റ്റീവ് ആണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സെൽ പോളിപ്പറേഷൻ പ്രോപ്പർട്ടി, മോയ്സ്ചർ ഹോൾഡിംഗ് പ്രോപ്പർട്ടി, ഇതൊക്കെയാണ് മുറിവ് പെട്ടെന്ന് ഉണക്കാൻ സഹായിക്കുന്നത്. ഇത് മുറിവിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. പേഷ്യന്റിന് വളരെ കംഫർട്ട് ആവുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ഇളക്കിയെടുക്കാനും പറ്റും. ഇതിന്റെ റോ മെറ്റീരിയൽ നമ്മൾ കൃഷിക്കാരിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ കൃഷിക്കാരുടെ വരുമാനവും വളരെ കൂടുതലായിക്കൊണ്ടിരിക്കും. ദ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എക്കണോമിക് മൾട്ടിപ്ലയർ പൊട്ടൻഷ്യൽ, വേർ ഹീലിംഗ് ടൈം ഈസ് റെഡ്യൂസ്ഡ്, വേർ ദ ലോഡ് ഓൺ പേഷ്യൻസ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇങ്ങനെ എല്ലാ രീതിയിലും ഗുണമുള്ളതാണ്. ടൈറ്റൻസ്, വളരെ അഭിമാനത്തോടെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. റീസെന്റ് നമ്മുടെ പെഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടായ സമയത്ത് രാജ്യം വലിയ പ്രതിസന്ധിയിലായിരുന്നു. ആ സമയത്ത് നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ബോർഡേഴ്സിൽ ഒരുപാട് ഡിഫൻസ് ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വലിയ അളവിലാണ് ഫൈബ്രോയിഡ് പ്രോഡക്റ്റ് വാങ്ങിയത്. ഒരു സ്റ്റാർട്ടപ്പിൽ അവരവരുടെ വിശ്വാസം രേഖപ്പെടുത്തി. അത് IIC ആയിട്ടുള്ള കൊളാബറേഷനിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ചില പ്രോഡക്ട്സ് ആയിരുന്നു. അത് വളരെയധികം സന്തോഷവും പിന്നെ വളരെ അഭിമാനവും നിറഞ്ഞ മുഹൂർത്തമായിരുന്നു. നമുക്ക് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റി, രാജ്യത്തിന് അത് പ്രയോജനപ്പെട്ടു, സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. വെരി ഗുഡ്. എന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ഇന്നോവേഷനാണ്. ഇതുകൊണ്ട് ഭാരതത്തിന് മാത്രമല്ല, ലോകത്തിന്റെ മൊത്തം മുറിവുകളും ഉണക്കണം. അപ്പോൾ എന്റെ ഈ സ്വപ്നം സഫലമാക്കുന്നതിന് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമോ? വളരെ ഗംഭീരമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഏറ്റവും ആദ്യം നമുക്ക് പ്രൊഫസർ സാറിനോട് തന്നെ ചോദിക്കാം. വളരെ നല്ല ഇന്നോവേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒറിജിനലി ഈ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ആക്ച്വലി ഞാനൊരു ഫാർമസി ഗ്രാജുവേറ്റ് ആണ്, പിന്നെ MBAയും ചെയ്തിരുന്നു. ഈ ഐഡിയ വന്നത് ഞാൻ ടാറ്റ ഗ്രൂപ്പുമായി ചേർന്നിട്ട്, അതായത് റായ്പൂരിൽ നിന്ന് കുറച്ച് ദൂരമുള്ള സ്ഥലമായിരുന്നു. റൈസ് സൈഡിന്റെ ബിസിനസ്സാണ് ലീഡ് ചെയ്തിരുന്നത്. അവിടെ വെച്ച് ഞങ്ങൾ കണ്ടത് ഒരു പഴത്തില് കിളി വന്ന് കൊത്തുന്നു. അവിടുത്തെ സെയിൽസ് കൊലീഗ് എന്നോട് പറഞ്ഞത് ഇത് സാരികൾ ഉണ്ടാക്കുന്നതാണ്, വിലപിടിച്ച സാരികൾ ഉണ്ടാക്കുന്നതാണ്, സിൽക്ക് സാരികൾ. ഇതറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നെ കുറച്ചെന്തെങ്കിലും വായിക്കാനൊക്കെ ശ്രമിച്ചു തുടങ്ങി. ടോപ്പ് യൂണിവേഴ്സിറ്റി അക്രോസ് ദ വേൾഡ്, IIT, മിഷിഗൺ, എല്ലായിടത്തും സിൽക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്തു, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. അവിടുന്നോട്ട് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ കോ-ഫൗണ്ടർ ആയിട്ടുള്ള ഭരത് ടണ്ടൻ സർ, അദ്ദേഹമായിട്ട് മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് 2014-ൽ ഇതിന് റിസർച്ച് തുടങ്ങി. 2016-ൽ ഇത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ പുറകിലുള്ള IP എന്താണ് സർട്ടിഫിക്കേഷൻ, അങ്ങനെ വാലിഡേഷൻ എന്തൊക്കെയാ? അത് സാർ നമ്മുടെ ISO 13485 കംപ്ലൈന്റ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിലാണ് വരുന്നത്. അത് ഡിസൈനിങ് ക്വാളിറ്റിയുടെ പ്രതീകമാണ്. അങ്ങനെയുള്ള പ്ലാന്റ് ആണ്. ഇതിന്റെ ട്രയൽസ് ഡൽഹി എയിംസ് ക്രോമ സെന്ററിലാണ് ചെയ്തത്. അവിടെ നല്ല മെച്ചപ്പെട്ട റിസൾട്ടാണ് കിട്ടിയത്. അതിന്റെ ഒരു ശക്തി കൊണ്ട് കൂടിയാണ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അവിടെ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് 7 പാറ്റേൺസ് ഉണ്ട്, റൈറ്റ് ഫ്രം മെറ്റീരിയൽ. പിന്നെ ഒരു പാറ്റേൺ ഞങ്ങൾ ഗ്ലോബലിയും ചെയ്തിട്ടുണ്ട്. ഓക്കെ വിവേക്, ചെറിയ തുടക്കം, വലിയ ഐഡിയ.